2019 തെലങ്കാന ഹൈദരാബാദിനടുത്താണ് ശ്രീനിവാസ് റെഡ്ഡി രജിത ദമ്പതികൾ താമസിക്കുന്നത്. ഇവർക്ക് കീർത്തി എന്ന ഒരു മകളുണ്ട്. ശ്രീനിവാസ് റെഡ്ഡിക്ക് സ്വന്തമായി ഒരു ലോറി ഉള്ളതുകൊണ്ട് തന്നെ തന്റെ ലോറിയിൽ അയാൾ തന്നെ ലോഡ് കൊണ്ടുപോകുന്നത് പതിവായിരുന്നു. അങ്ങനെ പോയാൽ തിരികെ വരാൻ 15-20 ദിവസത്തോളം എടുക്കും. അങ്ങനെ 2019 ഒക്ടോബർ മാസം 9-ാം തീയതി തന്റെ ലോറിയിൽ ലോഡ് കയറ്റി ഹൈദരാബാദിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. ഈ സമയം ശ്രീനിവാസ് റെഡ്ഡിയുടെ വീട്ടിൽ അയാളുടെ ഭാര്യയും മകളും ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് തന്റെ ജോലി അവസാനിച്ച് ഒക്ടോബർ മാസം 25-ാം തീയതി തിരികെ തന്റെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ഇവർ എവിടെ പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ കീ എടുത്ത് വീട് തുറന്ന് അകത്തേക്ക് പോകുന്നു. എന്നാൽ ആ വീട്ടിൽ ഒരുപാട് ദിവസമായി ആരും ഇല്ലാത്തതുപോലെ അയാൾക്ക് തോന്നി. ഉടനെ തന്റെ മകൾക്ക് ഫോൺ ചെയ്തു. ഇപ്പൊ മകൾ പറഞ്ഞത്, ഞാൻ വിശാഖപട്ടണത്ത് ബന്ധുക്കളുടെ വീട്ടിലാണ്, അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് കീർത്തിയും പറഞ്ഞു. ഇല്ല, അമ്മ വീട്ടിലില്ല, ഞാൻ എല്ലായിടത്തും തിരഞ്ഞുവെന്ന് ശ്രീനിവാസ് റെഡ്ഡി പറഞ്ഞു. പക്ഷേ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അയൽവാസികളോട് ചോദിച്ചോ എന്ന് കീർത്തിയും ചോദിച്ചു. എല്ലാ സ്ഥലത്തും തിരഞ്ഞു, അമ്മയെ കാണാനില്ല. ഇപ്പൊ ഭയന്നുപോയ കീർത്തി വീട്ടിലേക്ക് വരുന്നു. അവളും അറിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം തിരിഞ്ഞു നോക്കി, എവിടെയും അമ്മയില്ല. ഇങ്ങനെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും വീട്ടിലായി അച്ഛനും മകളും തിരഞ്ഞു പോകുന്നു. എവിടെ തിരിഞ്ഞിട്ടും കീർത്തിയുടെ അമ്മയെ കണ്ടെത്താനായില്ല. ഇപ്പൊ മറ്റു മാർഗമില്ലാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അമ്മയെ കാണാനില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് കൊടുക്കുന്നു. രജിതയെ കണ്ടുപിടിച്ചോ ഇല്ലയോ? അന്നത്തെ ദിവസം അവർക്ക് എന്താണ് സംഭവിച്ചത്? 2019 തെലങ്കാനയിൽ സംഭവിച്ച വളരെ ക്രൂരമായ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. കംപ്ലൈന്റ് ലഭിച്ച ഉടനെ പോലീസ് ഓഫീസർ രജിതയുടെ വീട്ടിലും അയൽവാസികളോടും അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ അവരെ കണ്ടിട്ട് ഏകദേശം 5 ദിവസത്തോളം ആയി എന്നാണ് അയൽവാസികൾ പറഞ്ഞത്. ഇപ്പൊ പോലീസ് ഭർത്താവായ ശ്രീനിവാസ് റെഡ്ഡിയെ ചോദ്യം ചെയ്യുന്നു. ഞാൻ 25-ാം തീയതിയാണ് നാട്ടിലേക്ക് വന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്റെ മകൾ എന്നെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പോയി വന്നതിന്റെ എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. ടോൾ ഗേറ്റിൽ പണമടച്ചതിന്റെ റെസിപ്റ്റ് പോലും എന്റെ കയ്യിലുണ്ട്. അങ്ങനെ അയാൾ എല്ലാ തെളിവുകളും പോലീസിന് കാണിച്ചു. ഭാര്യയ്ക്ക് മറ്റു ശത്രുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലും അവരുടെ അന്വേഷണം പോകുന്നു. അതേസമയം രജിത ഒരു ചിട്ടി കമ്പനി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പോലീസ് അറിഞ്ഞു. ഇതെല്ലാം ഒരു ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കംപ്ലൈന്റ് കൊടുത്ത രാക്ഷസഗുണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് റെയിൽവേ പോലീസിൽ നിന്ന് ഒരു കോൾ പോകുന്നു. ആ കോളിൽ പറഞ്ഞത്, തൊട്ടടുത്ത റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ അടുത്തിടെ ആരെങ്കിലും മിസ്സിംഗ് കംപ്ലൈന്റ് തന്നിട്ടുണ്ടെങ്കിൽ അവരെ നേരിട്ട് വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെടാൻ പറഞ്ഞു. അവരെ നേരിട്ട് വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടു. റെയിൽവേ പോലീസ് പറഞ്ഞ അടയാളങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ രജിതയായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസുകാർ സംശയിച്ചു. അതിനാൽ പോലീസുകാർ രജിതയുടെ ഭർത്താവിനെയും മകളെയും വിളിച്ച് ആ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ ഡെഡ് ബോഡി കാണുമ്പോൾ അവർ ധരിച്ചിരുന്ന സാരി കണ്ടപ്പോൾ തന്നെ അത് രജിതയാണെന്ന് ഉറപ്പുവരുത്തി. ഉടനെ ആ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. റിപ്പോർട്ടിൽ പറയുന്നത്, ഈ സ്ത്രീ ട്രെയിൻ തട്ടി മരിച്ചതൊന്നുമല്ല, മറ്റെവിടെയോ വെച്ച് കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഒരു അപകടമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ. എന്നാൽ യഥാർത്ഥ മരണകാരണം ഇവരെ ആരോ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ട്. അവരുടെ മുഖത്ത് മുളക് പൊടി വിതറിയിട്ടുണ്ട്. ഇതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊടുത്തിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം രജിതയുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും അറിയാൻ കഴിഞ്ഞതിനു ശേഷം മകളായ കീർത്തിയായിരുന്നു എല്ലാവരും സംശയിച്ചത്. അതിന് കാരണം അവളുടെ പെരുമാറ്റ രീതിയും വളരെ വ്യത്യസ്തമായിരുന്നു. കൂടാതെ രജിതയുടെ ഭർത്താവ് കോൾ ചെയ്ത് ചോദിക്കുമ്പോൾ താൻ വിശാഖപട്ടണത്താണെന്നായിരുന്നു കീർത്തി പറഞ്ഞത്. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ വീട്ടിലെത്തുകയും ചെയ്തു. വിശാഖപട്ടണത്തിൽ നിന്നും ഹൈദരാബാദിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. എങ്ങനെ അവളെ കൊണ്ട് പെട്ടെന്ന് വരാൻ സാധിച്ചു എന്നുള്ളൊരു സംശയം വന്നതുകൊണ്ട് അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെന്നിട്ട് മരിച്ചുപോയ രജിതയുടെ ഭർത്താവ് തന്റെ സ്വന്തം മകളായ കീർത്തിയെ തനിക്ക് സംശയമുണ്ട് എന്നുള്ള ഒരു കംപ്ലൈന്റ് കൊടുത്തു. മാത്രമല്ല, തന്റെ വീട്ടിൽ 10 ലക്ഷം രൂപ ചിട്ടി പൈസ ഉണ്ടായിരുന്നു. കീർത്തിയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ സത്യം മനസ്സിലാകുമെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ പോലീസുകാരും അയാൾ പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലായതുകൊണ്ട് കീർത്തിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവൾ ശരിയായി പറയാതെ പകരം അത് മാറ്റി മാറ്റി പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും താൻ പിടിക്കപ്പെട്ടുവെന്ന് കീർത്തിക്ക് മനസ്സിലായതിനു ശേഷം അവളാണ് ആ തെറ്റ് ചെയ്തത് എന്നുള്ള സത്യം അവൾ പറഞ്ഞു. കീർത്തി കോളേജ് പഠിക്കുന്ന സമയത്ത് അവളുടെ സീനിയറായ പോൾ റെഡ്ഡി എന്ന ഒരു യുവാവിനെ പരിചയപ്പെടുന്നു.
അവൾ വീട്ടിലെ ഒറ്റ മകളായതുകൊണ്ട് വളരെ വാത്സല്യത്തോടു കൂടിയായിരുന്നു വളർത്തിയത്. അമ്മയും അച്ഛനും അവളെ വഴക്ക് പറയാറ് പോലുമില്ല. മകളായ കീർത്തി അമേരിക്കയിൽ അയച്ച് പഠിപ്പിക്കണമെന്നുള്ളതായിരുന്നു അച്ഛന്റെയും അമ്മയുടെ ആഗ്രഹം. എന്നാൽ കീർത്തി ഓൾറെഡി പരിചയപ്പെട്ടതിനു ശേഷം ഇരുവരും പ്രണയിക്കാനും തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും അവളെ യാതൊരുവിധ സംശയമില്ലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അവൾ കള്ളം പറയുകയും ഓൾറെഡിയുമായി പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതുകൂടാതെ രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധവും ഉണ്ടായി. അങ്ങനെ അവൾ 17 വയസ്സുള്ളപ്പോൾ തന്നെ ഗർഭിണിയാവുകയും ചെയ്തു. തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് അവൾ ആരോടും പറഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ 4 മാസമായിട്ടും എന്തുകൊണ്ട് മകൾക്ക് ഇതുവരെ പീരീഡ്സ് ആയില്ല എന്ന സംശയത്തിൽ അമ്മ അവളെയും കൊണ്ട് ഒരു ടെസ്റ്റ് ചെയ്തു. അതിലാണ് അവൾ 4 മാസം ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞത്. ഇത് കേട്ടതും ആ അച്ഛനും അമ്മയ്ക്കും വലിയ ഞെട്ടലുണ്ടായി. ഇതിന് കാരണക്കാരൻ ആരാണെന്നുള്ളത് അറിയുകയും ഓൾറെഡിയുടെ അച്ഛനെയും അമ്മയും വിളിച്ച് ഇരുവർക്കും വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അവൾക്ക് 18 വയസ്സ് തികയാത്തത് കൊണ്ട് അബോർഷൻ ചെയ്യാമെന്ന് കീർത്തി തീരുമാനിച്ചു. അവൾ ചെയ്തത് തന്റെ അയൽവാസിയായ ശശികുമാറിന്റെ സഹായത്തോടുകൂടി ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നാടകം കളിച്ച് അവസാനം അബോർഷനും ചെയ്തു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ആ ശശികുമാർ ഫോട്ടോ വീഡിയോ ആയി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. തനിക്ക് 10 ലക്ഷം രൂപ പണം വേണമെന്നും എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് താൻ ആരോടും പറയുകയില്ല എന്നും പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ സംഭവിക്കുന്നത്, കീർത്തിക്ക് എത്ര തന്നെ ഓൾറെഡിയുമായി പ്രണയമായിരുന്നാലും തന്റെ അയൽവാസിയായ ശശികുമാറുമായും അവൾ നീണ്ട കാലത്തെ ഒരു ശാരീരിക ബന്ധം പുലർത്തിയിരുന്നു. അതുപയോഗിച്ചും അവൻ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നമുക്ക് രണ്ടുപേർക്കുമുള്ള ഈ ഒരു ബന്ധം നീ ഒരിക്കലും അവസാനിപ്പിക്കരുത്. നമുക്ക് എപ്പോഴും ഇത് തുടരണം. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും നിന്റെ ബോയ് ഫ്രണ്ടിനും ഞാൻ ഈ ഫോട്ടോസ് വീഡിയോസ് അയച്ചു കൊടുക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. മറ്റു മാർഗമൊന്നുമില്ലാതെ കീർത്തിയും അത് സമ്മതിച്ചു. ശേഷം തന്റെ അമ്മയോട് ചെന്ന് 10 ലക്ഷം രൂപ വേണമെന്ന് ചോദിച്ചു. എന്നാൽ അതിനുള്ള ശരിയായ കാരണം അവൾ പറയാത്തത് കൊണ്ട് അമ്മ ആ പണം കൊടുത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒക്ടോബർ മാസം 9-ാം തീയതി നോർത്ത് ഇന്ത്യയിലേക്ക് ലോഡ് കയറ്റാനായി അവളുടെ അച്ഛൻ വീട്ടിൽ നിന്നും പോയത്. ആ വീട്ടിലിപ്പോ അമ്മയും കീർത്തിയും മാത്രം. അങ്ങനെ ഒരു ദിവസം ഒക്ടോബർ 19-ാം തീയതി ആ അമ്മ ചിട്ടി പൈസ കളക്ട് ചെയ്യാനായി പുറത്തേക്ക് പോയി. ഈ സമയം കീർത്തി അയൽവാസിയായ ശശികുമാറിനെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ സമയത്തായിരുന്നു പെട്ടെന്ന് അവളുടെ അമ്മ വീട്ടിലേക്ക് കയറി വന്നത്. ശശികുമാറും മകളും ഒരേ കട്ടിൽ കിടക്കുന്നത് കണ്ടിട്ട് അവളുടെ അമ്മയ്ക്ക് ദേഷ്യം വരികയും ശശികുമാറിനെ അടിച്ചു വഴക്ക് പറഞ്ഞ് വീടിന് പുറത്താക്കുകയും ചെയ്തു. ഇപ്പൊ കീർത്തിയെ നോക്കി ചെയ്തത്, ഓൾറെഡി ഇക്കാര്യം അറിഞ്ഞാൽ എന്താകും, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവളെ വഴക്ക് പറഞ്ഞു. ഇപ്പൊ കീർത്തി പുറത്ത് അവളെ കാത്തുനിന്ന ശശികുമാറിനോട് വന്ന് സംസാരിക്കുന്നു. ശശികുമാർ പറഞ്ഞത്, നിന്റെ അമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇനിയും നമുക്ക് പ്രശ്നമുണ്ടാകും, നീ അവരെ കൊന്നുകളായെന്ന് പറഞ്ഞു. കീർത്തിയും മറ്റൊരു ചിന്തയില്ലാതെ അതിനെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ ശശികുമാർ ഉറക്ക ഗുളിക വാങ്ങിക്കൊണ്ടുവന്ന് കീർത്തിയുടെ കയ്യിൽ കൊടുത്തു. അടുത്ത ദിവസം അത് ഭക്ഷണത്തിൽ അവൾ കലർത്തി അമ്മയ്ക്ക് കഴിക്കാനായി കൊടുത്തു. ഇങ്ങനെ കഴിച്ച അവളുടെ അമ്മയ്ക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. ഈ സമയം ശശികുമാർ ആ വീട്ടിൽ വന്ന് രണ്ടുപേരും ചേർന്ന് അവളുടെ അമ്മ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലേക്ക് പോകുന്നു. നേരത്തെ അവളുടെ പദ്ധതി അനുസരിച്ച് മുളക് പൊടിയെടുത്ത് അവളുടെ അമ്മയുടെ മുഖത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് കീർത്തി അവളുടെ അമ്മയുടെ നെഞ്ചിൽ കയറിയിരുന്ന് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു. മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം ആ വീട്ടിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്ത് ശശികുമാറിന്റെ കയ്യിൽ കൊടുത്തു. ഇപ്പൊ ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഈ ഡെഡ് ബോഡി എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്തു എന്ന പോലുള്ള ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് ശരിയായില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. ഏകദേശം 3 ദിവസത്തോളം ആ ഡെഡ് ബോഡി ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ദുർഗന്ധം വരാൻ തുടങ്ങി. ഇക്കാര്യം ഉടനെ തന്നെ കീർത്തി ശശികുമാറിനോട് പറഞ്ഞു. അങ്ങനെ രജിതയുടെ ശരീരം തൊട്ടടുത്ത റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടാം, ആത്മഹത്യയാണെന്ന് കരുതിക്കൊള്ളും, നമുക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് തീരുമാനിക്കുകയും ആ ഡെഡ് ബോഡി വീട്ടിൽ നിന്നും ശശികുമാറിന്റെ കാറിൽ കയറ്റി ആ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് ആ ഡെഡ് ബോഡിക്ക് മുകളിലായി യാതൊരു ട്രെയിനും കയറിയില്ല. ഇതിനകം തന്നെ റെയിൽവേ പോലീസ് ആ ഡെഡ് ബോഡി കണ്ടു. ഇപ്പോൾ ആ ട്രാക്കിൽ ഡെഡ് ബോഡി കൊണ്ടുപോയി ഇട്ടതിനു ശേഷം കീർത്തി വീട്ടിലേക്ക് പോയി തന്റെ വീട് പൂട്ടി പോൾ റെഡ്ഡിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയം പോൾ റെഡ്ഡിയോട് അവൾ പറഞ്ഞത്, അമ്മ വിഷം കഴിച്ചു, അച്ഛൻ അമ്മയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്, കുറച്ചു ദിവസം ഞാൻ ഇവിടെ താമസിക്കും എന്ന് പറഞ്ഞവൾ ഏകദേശം 2 ദിവസത്തോളം അവിടെ തന്നെ താമസിച്ചു. ഇപ്പൊ ജോലി കഴിഞ്ഞ് തിരികെ വന്ന അച്ഛൻ അവൾക്ക് ഫോൺ ചെയ്തു. താൻ വിശാഖപട്ടണത്താണെന്ന് കള്ളം പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട പോലീസ് ഉടൻ തന്നെ ശശികുമാറിനെ അറസ്റ്റ് ചെയ്തു. അവളുടെ ആദ്യ കാമുകനായ പോൾ റെഡ്ഡിയെയും അറസ്റ്റ് ചെയ്തു. കാരണം അവൾക്ക് 17 വയസ്സുള്ളപ്പോൾ തന്നെ അവൻ അവളെ ഗർഭിണിയാക്കി. ആ സമയം അവനൊരു മേജർ ആയതുകൊണ്ട് തന്നെ ഇതൊരു തെറ്റാണെന്ന് പറയുകയും പോക്സോ നിയമത്തിന് കീഴിൽ
കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേരും ഇപ്പോഴും ജയിലിൽ തന്നെയാണുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇന്നത്തെ കാലത്ത് സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആർക്കും ആരെയും കൊല്ലാം എന്നുള്ളൊരവസ്ഥയാണ്. അതിന് അച്ഛനോ അമ്മയോ മക്കളോ എന്നുള്ള യാതൊരു വ്യത്യാസവുമില്ല. ആർക്കും ആരെയും കൊല്ലാം എന്നുള്ളൊരവസ്ഥ. ഇങ്ങനെയാണ് ഈ ലോകം ഇപ്പോൾ പോകുന്നത്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. മികച്ച കമന്റ് അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.